നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മ അവിടെ പുതിയ ആളല്ലേ, സെല്ലിനകത്തുള്ള ബാക്കി ക്രിമിനൽസ് ഒക്കെ കൈവച്ച് കാണും. വേറൊരുത്തെ കൂടി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. എന്ത് ചെയ്യാനാ സോനെ, ജയിലിലകപ്പെട്ട് കഴിഞ്ഞാൽ ഇതാ അവസ്ഥ. പലതും സഹിക്കേണ്ടി വരും. എല്ലാരും അമ്മയെ കുറ്റപ്പെടുത്തു തന്നെ. അമ്മയുടെ കയ്യിലിരിപ്പുണ്ട ജയിലിൽ പ്രശ്നം ഉണ്ടായതെന്ന മട്ടില്ല. അതെന്തെങ്കിലും ആവട്ടെ സോനെ, കുറ്റപ്പെടുത്തിയാലും സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ മതി. ആരെങ്കിലും അമ്മയെ ഹോസ്പിറ്റലിൽ പോയി നോക്കിയോ? ഇല്ല ചേച്ചി, എല്ലാരും അമ്മയെ പൂർണ്ണമായി കൈവിട്ട പോലെയാ. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് വന്നത്. എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയെ ആ നരകത്തിൽ നിന്ന് രക്ഷിച്ചു തരുമെന്ന് ചോദിക്കാൻ. എനിക്കെൻ്റെ അമ്മ ജയിലിൽ കിടക്കുന്നത് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. എന്നാൽ ബാക്കിയുള്ളവരുടെ മുമ്പിൽ എനിക്ക് ആ സങ്കടം കാണിക്കാനും പറ്റില്ല. അമ്മ കുറ്റം ചെയ്തിട്ടല്ലേ ജയിലിൽ പോയത്, അതുകൊണ്ട് എല്ലാവരും അമ്മയ്ക്കെതിരാ. ഞാൻ മാത്രം അമ്മയ്ക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തേയുള്ളൂ. നീ വിഷമിക്കണ്ട സോനെ, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. നിന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാ നിന്റെ അമ്മ എന്നെ സ്നേഹിച്ചത്. അതുകൊണ്ട് ആൻറ്റിയെ ഞാൻ ഒരിക്കലും കൈവിടില്ല. നീ ധൈര്യമായിട്ടിരിക്കും. സുശീലാൻറ്റിക്ക് വേണ്ടി ജാമ്യ ഹർജി നൽകാൻ ഇന്ന് തന്നെ ഞാനൊരു വക്കീലിനെ ഏൽപ്പിക്കാം. പക്ഷേ അതോടൊപ്പം അമ്മയെ ജാമ്യത്തിലെടുക്കാനുള്ള മനസ്സ് കുടുംബത്തിലുള്ളവർക്കും ഉണ്ടാവണം. അതിന് ആരെങ്കിലും പുറത്തുനിന്ന് വന്ന് അവരോട് സംസാരിക്കണം. അതെ ചേച്ചി, ആരെങ്കിലും പുറത്തുനിന്ന് ഇടപെട്ടാലേ ഇന്ദ്രേട്ടനും സത്യേട്ടനും എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്ന എനിക്ക് തോന്നുന്നത്. പക്ഷെ അമ്മയ്ക്ക് വേണ്ടി ആര് സംസാരിക്കും? നമുക്ക് ആരെങ്കിലും കണ്ടെത്താൻ സോനെ. അന്വേഷിച്ചാൽ കണ്ടെത്താനാവാത്തതായും ശ്രമിച്ചാൽ നേടാനാവാത്തതായും ഒന്നുമില്ല. സുശീലാന്റെ ജാമ്യത്തിലിറക്കുന്ന കാര്യം ഇനി ഹർഷ ഏറ്റു. നിനക്കെങ്കിലും എൻ്റെ അടുത്ത് വന്ന് അമ്മയെ രക്ഷിക്കണമെന്ന് പറയാൻ തോന്നിയല്ലോ. ഇനി നീ ധൈര്യമായിട്ട് പോയിക്കോ സോനെ. നിന്റെ അമ്മ താമസിയാതെ നിന്റെ അടുത്ത് തിരിച്ചു വന്നിരിക്കും. ഇപ്പൊ പറയാം. അടച്ചു, ബില്ലടച്ചു. അടച്ചോ? ആരടച്ചു? കുറച്ചു മുമ്പേ ഇതൊക്കെ അടച്ചിരുന്നു. ആരടച്ചെന്നറിയോ? ആരാ അടച്ചെന്ന് അറിയില്ല. അമ്മാവാ, ഞാൻ കൗണ്ടറിൽ തിരക്കി. ഇതുവരെയുള്ള ബില്ല് ആരും അടച്ചല്ലോ? വിനയനായിരിക്കും അല്ലേ? ആ, അവനല്ലാതെ പിന്നെ വേറെ ആരടയ്ക്കാനത്? ഈ ഒരു കാര്യമെങ്കിലും അവൻ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അമ്മാവാ, ഇതൊക്കെ ചീരുവിനെ തിരിച്ചു കിട്ടാനുള്ള അവന്റെ തന്ത്രങ്ങളാ. എല്ലാരും ഓരോരോ തന്ത്രങ്ങൾ കാട്ടിയല്ലേ രഘു മുന്നോട്ട് പോകുന്നത്. പിന്നെ അവനെ മാത്രം പറഞ്ഞിട്ടെന്താ? അവൻ ചെയ്യുന്നതിനൊക്കെ നമ്മൾ കണ്ണടച്ച അത് നമ്മുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണെന്ന് അവൻ തന്നെ നാളെ പറഞ്ഞു നടക്കും. അമ്മാവാ, അതുകൊണ്ട് അവൻ ഇപ്പം അടച്ച പണമെങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കണം. ഇതാ, അമ്മാവൻ പറഞ്ഞ് 1 ലക്ഷം രൂപ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അമ്മാവൻ തന്നെ വിനയനെ ഏൽപ്പിച്ചേക്ക്. ഞാൻ നിന്നോട് പണം കൊണ്ടുവരാൻ പറഞ്ഞത് ചീരുവിന്റെ ബില്ലടയ്ക്കാൻ വേണ്ടിയോ വിനയന് ചെലവായ പണം തിരിച്ചു നൽകാൻ വേണ്ടിയോ അല്ല. പിന്നെ അല്ല, പിന്നെന്തിനാ അമ്മാവൻ 1 ലക്ഷം രൂപയായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞ്? വാ പറയാം. അമ്മാവാ,
വിനയന്റെ അമ്മയും അമ്മാവനും വന്നു കാണുമല്ലോ. വിനയന്റെ പണം ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിക്കാന്നാണോ അമ്മാവൻ വിചാരിച്ചേ? അതൊന്നുമല്ല രഘു. വിനയൻ അവന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി ചെലവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെലവാക്കട്ടെ. നമ്മളെന്തിനാ തടയുന്നത്? അല്ല, വിനയൻ പണം ചെലവാക്കിയ പകരം ചീരുവിനവൻ ചോദിക്കും. അപ്പൊ അമ്മാവൻ എന്ത് ചെയ്യും? അവൻ ചോദിക്കട്ടെ, അപ്പൊ നമുക്ക് തീരുമാനിക്കാം. നീ വാ. ചീരു കിടക്കുന്ന ഹോസ്പിറ്റലിൽ 19-ാം നമ്പർ മുറിയിൽ ആരാണ് കിടക്കുന്നതെന്ന് മാത്രം അച്ഛനൊന്ന് അന്വേഷിച്ചറിഞ്ഞാൽ മതി. അമ്മാവ എന്താ ഇവിടെ? ഈ മുറിയിൽ ആരാണെന്ന് നിനക്കറിയൂ രഘു? ഇല്ല, എനിക്കറിയില്ല. ആരാ അമ്മാവ? വാ, കാണിച്ചരാം. അങ്ങനെ രഘുവേട്ടന്റെ കാര്യത്തിൽ തീരുമാനമായി. എന്തൊക്കെയായിരുന്നു? ആരാ? മനസ്സിലായില്ല. രഘു, രഘു, രഘുവേട്ട, ആരേത്? അമ്മാവനാ. അപ്പൊ നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞത് കള്ളമായിരുന്നു അല്ലേ? അമ്മാവ, ഇവര് ഞാൻ ഇനി നീ ഇവരെ എനിക്ക് പരിചയപ്പെടുത്തണ്ട. എല്ലാം എനിക്കറിയാം. ദാസനോട് ചോദിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ടാ ഞാൻ വരുന്നത്. മാഷെ, ആദ്യം പറഞ്ഞിട്ട് എനിക്ക് മാഷിനെ അറിയാം. അപ്പോ എന്റെ മരുമകനാണ് രഘു എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. രഘു നിങ്ങളെയും മോളെയും സഹായിക്കുന്ന കാര്യം ആദിക്കറിയാമോ? അറിയാം. ഞാനും മോളും ജയിലിൽ പോയി ആദ്യം കണ്ടിരുന്നു. രഘുവിനെ വിശ്വസിക്കാമെന്നും അവന്റെ സഹായം സ്വീകരിക്കാമെന്നും ആദ്യ പറഞ്ഞ്.